യുക്രൈൻ്റെ ആക്രമണത്തിൽ റഷ്യ നിലംപരിശായിരിക്കുകയാണ്. പല വിമാനത്താവളങ്ങൾ തകർന്നു. അവർക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് വലിയൊരു തിരിച്ചടി തന്നെ പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും റഷ്യ എന്തായാലും ഇതിൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇത് വെറുതെ വിടില്ല. 100 കോടി US$ നഷ്ടമാണ് റഷ്യയ്ക്ക് ഉണ്ടായത് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഉക്രൈൻ ഒരു സമാധാന ചർച്ച പുരോഗമിക്കുകയാണ്. ഇസ്താംബൂളിൽ രണ്ടുപേരുടെയും റഷ്യയുടെയും ഉക്രൈൻ്റെയും പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഇന്ന് സമാധാന ചർച്ച പുനരാരംഭിക്കുകയാണ്, 2ാം ഘട്ടം പുനരാരംഭിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ശരിക്കും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഉക്രൈൻ രണ്ടും കൽപ്പിച്ച് റഷ്യയ്ക്ക് മാരകമായ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. റഷ്യയുടെ വ്യോമത്താവളങ്ങളാണ് ആക്രമിച്ചത്. വലിയ തോതിൽ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതായത് ഏതാണ്ട് അതിർത്തിയിൽ നിന്ന് ഒരു 4000 കിലോമീറ്റർ അകത്തുള്ള ഈ വ്യോമത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇർകുട്സ്ക് മേഖലയിലെ ബെലായ, ഒലെന്യ തുടങ്ങിയ വ്യോമത്താവളങ്ങളിലാണ് ഞായറാഴ്ച ആക്രമണം നടന്നത്. അത് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നൊക്കെയാണ് വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ കിഴക്കൻ സൈബീരിയ അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ റഷ്യ പോലെ ഒരു വലിയ രാജ്യം, നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഏറ്റവും അധികം ഉയർന്നു കേട്ട രാജ്യത്തിൻ്റെ പേര് റഷ്യയാണ്. അവരുടെ S-400, അതോടൊപ്പം തന്നെ റഷ്യയും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈല്, അങ്ങനെ വലിയ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്താണ് ഇത്തരം ഒരു ചെറിയ ഒരു കുഞ്ഞൻ രാജ്യം ഇത്രയും വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ആർക്കാണ് അപ്രതീക്ഷിതമാണ്. ആക്രമണം അപ്രതീക്ഷിതമാണ്. കാരണം സമാധാന ചർച്ച നടക്കുന്നു. ഉക്രൈനെ വളരെ വില കുറച്ചാണ് റഷ്യ കണ്ടിട്ടുള്ളത്. റഷ്യയുടെ മുന്നിൽ ഉക്രൈൻ ഒന്നുമല്ല. റഷ്യ ഒന്ന് ആഞ്ഞു തുമ്മിയാൽ തീരുന്നതാണ് ഉക്രൈൻ. അപ്പോൾ ആ ഒരു മനോഭാവത്തോടെയാണ് റഷ്യ പെരുമാറിയിരുന്നത്. ഈ വ്ളാദിമിർ സെലൻസ്കിയോട് അങ്ങേയറ്റത്തെ പുച്ഛവും ഒരു അവഗണനയും ഒക്കെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ സമാധാന ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. അമേരിക്ക മുൻകൈയെടുക്കുന്നു, യൂറോപ്യൻ യൂണിയൻ സഹകരിക്കുന്നു. അപ്പോൾ തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ചിട്ട് ഈ സമാധാന ചർച്ച നടക്കുന്നു. ഈ വെടിനിർത്തൽ, ഇപ്പോൾ നിലവിൽ അവിടെ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്. വലിയ തോതിൽ റഷ്യ ആക്രമണങ്ങൾ നടത്തുന്നില്ല. അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഉക്രൈൻ കയറി അടിച്ചത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഒരു വളരെ ദുർബലനായ ഒരു വ്യക്തി, ഇയാൾ ഒരു ബലവാനെ കയറി അടിക്കും എന്നാരും പ്രതീക്ഷിക്കില്ല. അല്ല, അങ്ങനെ പറയുമ്പോഴും ഈ റഡാർ സംവിധാനങ്ങളൊന്നും ഇല്ല അവിടെ. അത് തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ കണ്ണ് വെട്ടിക്കാൻ ഉക്രൈനു സാധിച്ചു എന്നുള്ളതാണ്. ഈ നീണ്ട അതിർത്തിയാണേ, ഒരു ചെറിയ അതിർത്തി അല്ല, വളരെ നീണ്ട അതിർത്തി പ്രദേശത്ത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ണു വെട്ടിച്ച് കടന്നു കയറാൻ ഉക്രൈനു സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉക്രൈൻ്റെ വിജയം. അത് ഈ പറഞ്ഞതുപോലെ ആ ചർച്ചയ്ക്കിടയിലും നാം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന നിമിഷമായിരിക്കും അല്ലേ? അതെ. കാരണം ഈ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, ഈ S-400 അവിടെ റഷ്യയിൽ പരാജയപ്പെട്ടൊരു സംവിധാനമാണ്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കാനും പ്രയോഗിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ആയുധം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാർ കൂടെ വേണം. അതെ, ആ ടെക്നോളജി, ആ സാങ്കേതിക വിദ്യയെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് അതിലൂടെ നേട്ടങ്ങൾ കൊയ്യണം. അതിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും ഇന്ത്യൻ സൈന്യത്തിനും സാധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത്. റഷ്യയെ സംബന്ധിച്ച് റഷ്യ മുമ്പും ഈ S-400 എന്ന് പറയുന്ന ആ യന്ത്ര സംവിധാനം, ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഉക്രൈനോട് തന്നെ അത് മുമ്പും പരാജയപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ആ യന്ത്രം വാങ്ങിക്കുകയും ആ പ്രതിരോധ സംവിധാനം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുകയും അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും നമ്മുടേതായ സംഭാവനകൾ, നമ്മുടേതായ കൂട്ടിച്ചേർക്കലുകൾ അതിനകത്ത് വരുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്കത് പാകിസ്ഥാനെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത്. റഷ്യ അവിടെയാണ് പരാജയപ്പെട്ടതും. അതിൽ ചില വാല്യൂ ആഡഡ്, ഈ പറയുന്നത് പോലെ അതിൻ്റെ ആ പ്രതിരോധ സംവിധാനത്തിൻ്റെ കഴിവും ശക്തിയും കൂട്ടുന്ന കാര്യങ്ങൾ റഷ്യ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന സൈനികരും ശാസ്ത്രജ്ഞരും ഉണ്ടായിരുന്നിരിക്കില്ല. ഇതൊക്കെ ആയിരിക്കാം റഷ്യയെ പിന്നോട്ടടിച്ചത് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇപ്പോൾ ഈ 41 ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചു
ഉക്രൈൻ, റഷ്യയുടെ, അതൊരു വലിയ നാശമാണ്. ഈ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല, അത് റഷ്യ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഒരു ഭീകരാക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായി എന്ന് റഷ്യ സമ്മതിക്കുന്നുണ്ട്. അത് ഉക്രൈനാണ് നടത്തിയതെന്നും റഷ്യ പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഘർഷത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ ചിലന്തിവല എന്ന് പേരിട്ടിരിക്കുന്ന, അതിന് ഈ റഷ്യൻ ഭാഷയിൽ എന്താണ് ഒരു പേര് എന്ന് നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ മലയാള തർജ്ജിമ ഓപ്പറേഷൻ ചിലന്തിവല എന്നാണ്. ആ ചിലന്തിവല എന്ന ഉക്രൈൻ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റ് പ്രസ് അതിൻ്റെ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. റഷ്യ ഈ സെലൻസ്കിയെ ഒരു കാലവും വെറുതെ വിടില്ല, പിന്തുടർന്ന് വേട്ടയാടും. സെലൻസ്കി മരണം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രത്യേകിച്ചും വ്ളാഡിമിർ പുടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനോട് യാതൊരു ദയയും കരുണയും കാണിക്കാത്ത ഒരാളാണ് വ്ളാദിമിർ പുടിൻ. വ്ളാദിമിർ പുടിൻ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പോലും കടുത്ത രീതിയിൽ വേട്ടയാടുന്നതിൻ്റെ ചരിത്രം, അതിൻ്റെ വാർത്തകൾ ഒക്കെ പുറത്തു വന്നതാണ്. നമ്മൾ പലരും അത് കേട്ടതാണ്. ലോകത്ത് ഈ വ്ളാദിമിർ പുടിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ലോകരാഷ്ട്രങ്ങൾ നിരന്തരം റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതൊക്കെ നേരത്തെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ സെലൻസ്കി നേരിട്ട് ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. വലിയ റിസ്ക്കാണ് സെലൻസ്കി എടുത്തിരിക്കുന്നത്. റഷ്യ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൻ്റെ പുറകിൽ വായിക്കാത്ത മറ്റൊരു ഏടുണ്ട്. അതായത് ഇപ്പോൾ ഈ യുദ്ധം ഒരു സമാധാന അന്തരീക്ഷം തിരിച്ചു വരുന്നു, യുദ്ധം അവസാനിക്കും, വെടിനിർത്തൽ താൽക്കാലികമായിട്ടെങ്കിലും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഉക്രൈൻ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ചു, ഒരു സാഹസിക പ്രവൃത്തി ഉക്രൈൻ എന്തുകൊണ്ട് ചെയ്തു എന്ന ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. അതായത് സെലൻസ്കിക്ക് പുറകിൽ കരുത്തനായ ആരോ ഉണ്ട്. ആ കരുത്തിൻ്റെ ബലത്തിലാണ് സെലൻസ്കി റഷ്യയെ അടിക്കാൻ, ഈ മാരക പ്രഹരം റഷ്യയ്ക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. നോക്കൂ, 41 ബോംബർ വിമാനങ്ങൾ തകർക്കുക, അതിനെ നശിപ്പിക്കുക, രണ്ട് പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ നശിപ്പിക്കുക ചെറിയ കാര്യമല്ല. അത്തരത്തിലുള്ളൊരു വലിയ നീക്കം, ഒരു വലിയ ചുവടുവെപ്പ് സെലൻസ്കി നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നിൽ ഏതോ ഒരു കരുത്തനുണ്ട്. അതാരാണ് എന്നുള്ളതാണ്. അത് അമേരിക്കയാണോ, അതോ ഈ യൂറോപ്യൻ യൂണിയൻ, നാറ്റോ സഖ്യരാഷ്ട്രങ്ങളിലെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളാണോ, അതോ ഇനി ചൈനയാണോ? ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ തിരിച്ച് റഷ്യ ഇതിനിടയ്ക്ക് ഒരു പ്രതികരണം റഷ്യയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് വടക്കൻ ഉക്രൈനിലെ സുമി എന്ന് പറയുന്ന സ്ഥലത്തെ ഒലെസിവ്ക എന്ന് പറയുന്ന ഗ്രാമം, അത് നമുക്ക് ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ റഷ്യൻ വാക്കുകൾ അങ്ങനെയാണ്. ഈ ഒലെസ്വിക്ക എന്ന് പറയുന്ന ഗ്രാമം പിടിച്ചെടുത്തതായിട്ട് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പക്ഷേ ഉക്രൈൻ പ്രതികരിക്കുന്നില്ല. ഉക്രൈൻ ഒരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തി എന്ന് മാത്രമാണ് ഉക്രൈൻ പറയുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കോ മറ്റോ ഒന്നും ഉക്രൈൻ അങ്ങനെ പുറത്തു വിടുന്നില്ല, വിശദമായിട്ട് ഉക്രൈനും പുറത്തു വിടുന്നില്ല. റഷ്യ അതേക്കുറിച്ച് ആക്രമണം നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എത്ര നാശനഷ്ടമുണ്ടായി എന്ന് പറയുന്നില്ല. പക്ഷേ പൊതുവേ ഈ മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങളും മറ്റും യൂറോപ്യൻ മാധ്യമങ്ങളും മറ്റും പുറത്തുവിടുന്ന കണക്കനുസരിച്ചാണെങ്കിൽ $100 കോടി നഷ്ടം റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല അവിടെ 2 പാലങ്ങൾ തകർത്തു. റഷ്യയിൽ 2 പാലങ്ങൾ തകർത്ത്, അത് തീവണ്ടിപ്പാതയ്ക്ക് മുകളിൽ കൂടെ പോയിരുന്ന പാലങ്ങളാണ്. അതിൽ ഒരു പാലം തകർന്ന് വീണ് ട്രെയിനിന് മുകളിലേക്ക് വീഴുകയും ലോക്കോ പൈലറ്റ് അടക്കം 7 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന ഒരു വിവരം. മറ്റൊന്ന്, ഇതുപോലെ ഒരു ചരക്ക് തീവണ്ടിക്ക് മുകളിലേക്കാണ് പാലം തകർന്നു വീണത്. പക്ഷേ അവിടെ വലിയ സ്ഫോടനമുണ്ടായി, പക്ഷെ ആൾനാശമുണ്ടായതായിട്ട് അറിവില്ല. ഇത്തരത്തിൽ റഷ്യയ്ക്ക് കനത്ത ഒരു അടി കൊടുക്കാൻ ഉക്രൈനിന് സാധിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വരും വരായികൾ, അനന്തരഫലം എന്താണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. റഷ്യ ഇനിയിപ്പോൾ സമാധാന ചർച്ച എവിടെ എത്തും എന്ന് നമുക്കറിയില്ല. റഷ്യ കനത്ത തോതിൽ യുക്രൈനു നേരെ, ഇതുവരെ റഷ്യ ചെറിയ ഞോണ്ടലുകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്, ഇനി അങ്ങനെയല്ല, കനത്ത തോതിൽ ഉക്രൈനു നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അത് ആണവാക്രമണം പോലും റഷ്യ നടത്തിയേക്കും. ചെറിയ തോതിലുള്ള ആണവായുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ റഷ്യയുടെ കൈവശമുണ്ട്.
റഷ്യ ഒരു വലിയ ആണവ ശക്തിയാണ്. ഈ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈനെ സമ്പൂർണ്ണമായിട്ടും നിലംപരിശാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്ത് ഉയരുന്നത്.